Our next heading is Python library matplotlib. പൈത്തണിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ലൈബ്രറി മാത്പ്ലോട്ട്ലിബ് അതേപോലെ നംപൈ എന്നിങ്ങനെയുള്ള ലൈബ്രറീസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ ഡാറ്റ അനാലിസിസും അതുപോലെ വിഷ്വലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമുക്കതിനെ കറക്റ്റായിട്ട് കാണാനും വിഷ്വലി വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അതിനുവേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നംപൈ ആസ് വെൽ ആസ് മാറ്റ്പ്ലോട്ട്ലിബ്. ഇനി നോക്കാം. Create static, animated and interactive visualization. നമുക്ക് വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഡാറ്റ അതുപോലെ ആനിമേറ്റഡ് ആയിട്ടും നമുക്ക് വിഷ്വലി ഇൻറ്ററാക്റ്റീവായ രീതിയിൽ, അതായത് ഇപ്പോൾ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവരുടെ 2020 അനാലിസിസ്, 2019 അനാലിസിസ്, 2018 അനാലിസിസ് ഒന്നും വേണ്ട. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അറിയാം, നമുക്ക് IT പേ ആണ് ഓരോ കമ്പനികളും. അപ്പോൾ ആ IT പേ ചെയ്യുമ്പോൾ അത് അവരുടെ ആ ഓരോ വർഷത്തെയും ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അതന്നെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും കമ്പയർ ടു ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ കമ്പയർ ടു ലാസ്റ്റ് ഇയർ what is the trend going on, whether it is progressing or whether it is going back. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ഡേറ്റ അനാലിസിസ് നടത്തി നമുക്ക് വളരെ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി ഹൗ ആർ വി ഏബിൾ ടു റെപ്രസെൻറ്റ് ദാറ്റ്? ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ബൈ വിച്ച് വി ആർ ഏബിൾ ടു റെപ്രസെൻറ്റ് ദാറ്റ്. അതിൽ നമുക്ക് വരുന്നത് ഏരിയ പ്ലോട്ട്, ഹിസ്റ്റോഗ്രാം, പൈ പ്ലോട്ട്, ബാർ ഗ്രാഫ്, സ്കാറ്റർ പ്ലോട്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് ഗ്രാഫുകളാണ്. ഈ ഗ്രാഫുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചിലത് നമ്മൾ പഠിക്കുന്നു. അത് വെച്ചുകൊണ്ട് ഇറ്റ് വിൽ ബി ഈസി ഫോർ അതേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഈസ് ഇറ്റ് ഡൺ ആൻഡ് വാട്ട് ഈസ് ദ ട്രെൻഡ് ഗോയിങ് ഓൺ. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് നമ്മളെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു.